അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രക്ഷ എവിടെയാണ്? ഏത് സഭയിലാണ് രക്ഷ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സഭയിലും രക്ഷയുണ്ട്. എവിടെ നിന്നാലും വചനമനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ 10 കൽപ്പനകൾ പാലിച്ചാൽ മതി, രക്ഷ പ്രാപിക്കാം, സ്വർഗം പ്രാപിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. എത്രയെത്ര സഭകളാണ്! ഈ സഭകളെല്ലാം ദൈവം സ്ഥാപിച്ചതാണോ? ഈ സഭകളൊക്കെ ക്രിസ്തു സ്ഥാപിച്ചതാണോ? ഈ സഭകളിൽ ദൈവചൈതന്യമുണ്ടോ? പരിശുദ്ധാത്മ ചൈതന്യമുണ്ടോ? ഏത് സഭയിലാണ് പരിശുദ്ധാത്മാവുള്ളതെന്ന്, ഏത് സഭയിലാണ് ദൈവഹിത പ്രകാരം പ്രബോധനം നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. നിരവധി സഭകൾ പിളർന്നു എണ്ണിയാലൊടുങ്ങാത്ത സഭകൾ ഇന്നുണ്ട് ഈ ലോകത്തിൽ. ആംഗ്ലിക്കൻ സഭ പിളർന്നത് എങ്ങനെയാണ്? കത്തോലിക്ക സഭയിൽ നിന്ന് പിളർന്ന് ആംഗ്ലിക്കൻ സഭ ഉണ്ടായത് എങ്ങനെയാണ്? ആ സഭാസ്ഥാപകന് സ്വന്തം ഭാര്യ കൂടാതെ വേറൊരു ഡാൻസുകാരിയെ കെട്ടണം, അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ നിന്ന് വേർപെട്ട് ആംഗ്ലിക്കൻ സഭ, അന്ന് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ വളരെ ശക്തമായിരുന്ന കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആംഗ്ലിക്കൻ സഭയിലേക്ക് പോയി. ആ ഒരൊറ്റ കാര്യത്തിന്, ഒരു കല്യാണക്കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു കെട്ടിൽ മാത്രം ഒതുങ്ങി നിന്നു. അതിട്ടി ഒന്നിനു പുറകെ ഒന്നായി 6 പേരെ കെട്ടി. എന്നാൽ ആ വിശ്വാസികൾ അന്ന് ആ സഭയിൽ കൂടെ നിന്നെങ്കിലും ഈ 6 പേരെ കെട്ടിയ ശേഷമെങ്കിലും ആ വിശ്വാസികൾ തിരിച്ചറിയണ്ടേ, കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചറിയണ്ടേ ഇത് ദൈവകൃപയിലായിരുന്നില്ല ഈ പിളർപ്പ്. അപ്പോൾ മാതൃസഭയിലേക്ക് മടങ്ങിപ്പോണമെന്ന് വിചാരിക്കണ്ടേ? അത് വിചാരിച്ചില്ല. അങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് അവർ തിരിച്ചു പോയിട്ടില്ല. ഇന്നും അവർ ഒരുപക്ഷെ തുടരുന്നത് എന്താണ്? 6 കെട്ടിയ സ്ഥിതിക്ക് നമുക്ക് 5 കെട്ടാം എന്ന പ്രതീക്ഷയിലായിരിക്കും അവരെ തുടരുന്നത് അതിനകത്ത്. അപ്പോൾ ഇതൊന്നും ആശയപരമല്ല, ആമാശയപരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിളർപ്പുകളോ പള്ളി പിടിക്കലോ തല്ലുപിടിക്കലോ എറണാകുളം അടിപിടിയോ മെത്രാന്മാരുടെ ബലം പിടിയോ ഇതെല്ലാം ഓരോ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള തർക്കങ്ങളാണ്, ഓരോ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. ഇതൊന്നും അറിയാതെ പാവം കുഞ്ഞാടുകൾ ബലിയാടുകളാകും. പിളർപ്പ് നമുക്കിപ്പോൾ ചിന്തിക്കാവുന്ന പ്രധാന പിളർപ്പ് 10-ാം നൂറ്റാണ്ടിലെ പിളർപ്പാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് വരുന്നുവോ പുത്രനിൽ നിന്ന് വരുന്നുവോ എന്നൊക്കെ തർക്കത്തിൻ്റെ പേരിലാണ് ആ പിളർപ്പുണ്ടായത്. ഒന്ന് ചിന്തിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ, സാമാന്യബോധം നമുക്ക് വേണ്ടേ? പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് വന്നാലും പുത്രനിൽ നിന്ന് വന്നാലും സ്വർഗത്തിൽ നിന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ജീവിക്കുക. പിളർപ്പും തള്ളുകൂടലൊക്കെ ആയിട്ട് വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക, വേദനിപ്പിക്കാതെ എങ്കിലും ഇരിക്കുക എന്നുള്ളത് മിനിമം ലക്ഷ്യം വെക്കണ്ടേ? അതുപോലുമില്ലാതെ തമ്മിത്തല്ലുക. എന്തൊരു കഷ്ടമാണ്. നൂറ്റാണ്ടിലെ വലിയ 10-ാം നൂറ്റാണ്ടിലെ വലിയ പിളർപ്പിന് ശേഷം ഓർത്തഡോക്സ് സഭ വേറെ പോയപ്പോൾ ആ സഭയിൽപ്പെട്ട മെത്രാന്മാരെയും അതിൽപ്പെട്ട പുരോഹിതരെയും വിശ്വാസികളെ ഒന്നടങ്കം കത്തോലിക്ക സഭ മഹറം ചൊല്ലി ശപിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ആ ശാപത്തിൻ്റെ ഫലമൊക്കെ ഏറ്റ് അവർ ദുരിതത്തിലായോ അതോ നരകത്തിലായോ നമുക്കറിയില്ല. അതേസമയം തന്നെ അന്ന് പിളർന്നു മാറിയ ഓർത്തഡോക്സ് വിഭാഗം കത്തോലിക്ക മാർപ്പാപ്പയെയും മെത്രാന്മാരെയും കർദിനാളന്മാരെയും വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും ശാപിച്ച് മഹറോൻ ശിക്ഷയിൽപ്പെടുത്തി. അവരാണ് യഥാർത്ഥ സഭ എന്ന് പറഞ്ഞുകൊണ്ട് മഹറോൻ ശിക്ഷയപ്പെടുത്തി രേഖയുണ്ടാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് 10-ാം നൂറ്റാണ്ടിലെ ശാപം ഏറ്റ ഓർത്തഡോക്സുകാർ, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരുടെ ശാപം ഏറ്റ കത്തോലിക്കർ, ഈ 11 നൂറ്റാണ്ടുകളിൽ ശാപത്തിൻ്റെ ഫലമായി നരകത്തിലായോ ദുരിതത്തിലായോ ജീവിതം തകർന്നോ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ ശാപത്തിനൊന്നും വിലയില്ലെന്നാണോ? ഈ ശാപം കൊണ്ടൊന്നും ഒന്നും യേശുന്നില്ലെന്നാണോ? പൗലോസ് പറയുന്നുണ്ട്, അവൻ സഭയുടെ ശാപം ഏൽക്കുമെന്ന്. താനേൽക്കും സഭ തൻ ശാപം പൗലോസ് പറയുന്നത് നമ്മൾ പാടാറുണ്ടല്ലോ കുർബാനയ്ക്ക് മുമ്പ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശാപം ഏൽക്കുക എന്നതിനേക്കാൾ വളരെ വലുതാണ് സഭയുടെ ശാപം ഏൽക്കുക എന്നുള്ളത്. അങ്ങനെ സഭയുടെ ശാപം ഏറ്റിട്ട് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്നും നിരവധി ശാപമേൽക്കുന്ന പ്രവൃത്തികൾ, സ്വയം മഹരം ശിക്ഷയപ്പെടുന്ന ശാപമേൽക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. ശാപങ്ങൾക്ക് ഫലമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ശാപത്തിൽ തുടരുന്നത്? ഏതെങ്കിലും സഭ അപ്പോൾ ശാപത്തിൻ്റെ തുടരുന്നത്? ഏതെങ്കിലും മെത്രാന്മാർ ശാപത്തിൻ്റെ തുടരുന്നത്? അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടോ? ഒടുവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ പോൾ സെക്കൻഡിൻ്റെ കാലത്ത് ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ ചൊരിഞ്ഞ ആ ശാപങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് പുതിയ രേഖയുണ്ടാക്കി. അതേ തുടർന്ന് ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയ്ക്കെതിരെ അന്ന് ചൊരിഞ്ഞ ശാപങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് രേഖയുണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ പരസ്പരം ശാപത്തിലല്ല എന്നത് വിശ്വസിക്കാം. എന്നാൽ ഈ 11 നൂറ്റാണ്ടുകളോളം ശുശ്രൂഷ ചെയ്തിരുന്ന, പരസ്പരം പോരെടുത്ത് ശുശ്രൂഷ ചെയ്തിരുന്ന 2 കൂട്ടരും ശാപത്തിലാണോ? അല്ലെങ്കിൽ ഏത് കൂട്ടരാണ് ശാപത്തിൽപ്പെട്ടത്? ദൈവത്തിൻ്റെ നാമത്തിൽ മഹറോൻ ശിക്ഷ ചൊല്ലി അവരെ പുറത്താക്കി ശപിക്കാൻ അധികാരമുള്ളത് ഏത് സഭയ്ക്കാണ്? അതാരും ചിന്തിക്കുന്നില്ല. എല്ലാ സഭയ്ക്കും അധികാരമില്ല, എല്ലാ സഭയിലും ക്രിസ്തു ഇല്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളിപ്പോഴായിരിക്കുന്ന സഭ ക്രിസ്തു ഉള്ള സഭയാണോ എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. 2 സഭയിലും ഒരേ സമയം ക്രിസ്തുവിന് നിൽക്കാൻ പറ്റില്ല. കാരണം ക്രിസ്തു ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏത് സഭയിലായാലും നമ്മൾ വചനം പാലിച്ചാൽ പോരെ എന്ന ചിന്ത അലംഭാവത്തോടെ ആത്മീയ വിഷയത്തെ കാണുന്നവർക്ക് സംഭവിക്കുന്ന കെണിയാണ്. ഏത് സഭയിലാണ് ക്രിസ്തു ഉണ്ടായിരിക്കുക എന്നത് ആലോചിച്ച് അവനവൻ്റെ ബുദ്ധിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റുള്ളൂ.
സഭകൾ ഐക്യപ്പെട്ടേ പറ്റുള്ളൂ. ചിലർക്ക് എവിടെയാണ് രക്ഷ എന്ന് ആർക്കറിയാം? ലോട്ടറി ടിക്കറ്റ് എടുത്തവനെ പോലെ കിട്ടിട്ട് എന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് സഭയിലാണെങ്കിലും ഒന്ന് ചിന്തിക്കുക. എല്ലാ സഭയിലും ക്രിസ്തു ഇല്ല എന്ന് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ വാദിക്കും ക്രിസ്തു വലിയ വിശാല ഹൃദയമാണ്. അപ്പന് 10 മക്കളുണ്ടെങ്കിലും 10 മക്കളോട് ഒരുപോലെ സ്നേഹമല്ലേ? അമ്മയ്ക്ക് ഒരുപോലെ വാത്സല്യം എല്ലാ മക്കളോടുമല്ലേ? ദൈവത്തിന് എല്ലാ സഭകളോടും വാത്സല്യമുണ്ട്. ഏത് സഭയിലാണെങ്കിലും നോട്ടമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇന്ന് ഏത് സഭയിലാണ്? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ? നിങ്ങൾ കത്തോലിക്കയാണോ ഓർത്തോയാണോ ആരുമാകട്ടെ, നിങ്ങൾക്കൊരു നിലപാടുണ്ടോ? ആ നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനും ഒരു നിലപാടുണ്ട്. എന്തായിരിക്കും ആ നിലപാടെന്ന് ചിന്തിക്കണം. കാരണം എന്താ? ഇന്ന് പേഗൻ മതങ്ങളിലൊക്കെ ധാരാളം മിത്തുകൾ ആരാധിക്കുന്നത് പോലെ ക്രിസ്തു ഒരു മിത്തല്ല എന്ന് വിചാരിക്കണം, ഒരു ശക്തി മാത്രമല്ല എന്ന് വിചാരിക്കണം, ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയണം. ക്രിസ്തു ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തമായ നിലപാടുണ്ട്, വ്യക്തിപരമായ നിലപാടുണ്ട്. തർക്കമുണ്ടാകുമ്പോൾ അതിൽ ഒരു പക്ഷത്തെ യേശു നിൽക്കുകയുള്ളൂ. 2 പക്ഷം തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഏതെങ്കിലും മെത്രാൻ 2 പക്ഷത്ത് നിന്നിട്ടുണ്ടോ? മെത്രാൻ ആ കുഞ്ഞാടികളെല്ലാം ഒരുപോലെയല്ലേ? ആ സഭയിൽ ഈ സഭയിലും ഉള്ള എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെത്രാൻ വേറെ സഭയിൽ ചെന്നാൽ സ്വീകരിക്കുമോ? ഒരു മെത്രാൻ 2 നിലപാടുണ്ടോ? 2 സഭകളിൽ ഒരു മെത്രാനുണ്ടോ? ഇല്ല. മെത്രാൻ എന്നൊരു വ്യക്തിക്ക് ഒരു നിലപാടേ ഉള്ളെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഒരു നിലപാടേ ഉള്ളുവെങ്കിൽ സഭയുടെ പിളർപ്പുകളിലും ഇതുപോലെയാണ്. ക്രിസ്തുവിന് ഒരു നിലപാടേ ഉള്ളൂ. ക്രിസ്തു ഒരു വ്യക്തിയാണ്, ശക്തി മാത്രമല്ല വ്യക്തിയാണ്. ആ വ്യക്തി ഒരു നിലപാടെടുക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിലപാട് എന്താണ്? ഏത് സഭയിലാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വാഭാവികമായും ബൈബിൾ വചനം അനുസരിച്ച് പല ആശയപരമായിട്ടൊക്കെ പല തർക്കങ്ങളും വരും. എന്നാൽ ബഹുഭൂരിപക്ഷം നമ്മുടെ പിളർപ്പുകളിലും ആശയങ്ങളല്ല, ആമാശയമാണ് പ്രധാന വിഷയമായത്. സ്ഥാനമാനങ്ങളാണ് പ്രശ്നമായത്. എണ്ണിലൊടുങ്ങാത്ത സഭകൾ, കത്തോ ഓർത്തോ പെന്തോ, മലംകര മൂത്രങ്കര സൂത്രങ്കര, യാക്കോ വൈറ്റ് ബ്ലാക്ക്, ആംഗ്ലിക്കൻ അഗ്ലിക്കൻ, പെന്തക്കോസ്റ്റ് അന്തിക്കോസ്റ്റ്, കൊന്തക്കോസ്റ്റ്, സീറോ ബാർ, ഹീറോ ബാർ, നീറോ ബാർ, സീറോ ബാറിൽ തന്നെ പല ബാറുകാർ. എന്തിനെത്രയോ സഭകൾ.